പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ മൈക്കില്ല. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ നേരെ ആക്രോശ വാക്കുകൾ ചൊരിഞ്ഞ് അദ്ദേഹത്തെ അടിച്ചിരുത്താനൊക്കെ ശ്രമിക്കുന്ന ഒരു ശൈലി കുറേ കാലമായി ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇന്നലെയായിരുന്നു ലോക്സഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ലോക്സഭയിലേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം. 2, ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു. എന്താണ് ഇവർ പറഞ്ഞത്? അങ്ങനെ ഒരു ബുക്ക് പോലുമില്ല. മുൻ കരസേന മേധാവി നരവാന അദ്ദേഹം പുറത്തിറക്കിയ ഒരു പുസ്തകം, അതിന് ഇന്ത്യ ഗവൺമെൻറ് അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് അങ്ങനെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല. ഡീൻ കുര്യാക്കോസ് MP റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. പാർലമെൻറ്റിൽ ഇന്ന് മോദി സംസാരിച്ചു. ശക്തമായ ഒരു പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തിയത്. ഇത്ര രൂക്ഷമായ പ്രതിഷേധം സ്വയം സൃഷ്ടിക്കുന്നു, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നു, പിന്നാലെ ഇത് ഇറങ്ങിപ്പോകുന്ന ജനാധിപത്യത്തിനോട് കാണിക്കുന്ന മര്യാദകേടാണെന്നൊക്കെയാണ് മോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള പ്രതിഷേധങ്ങൾ? ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഞങ്ങളുടെ സസ്പെൻഷൻ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അതെന്തെന്ന് ചോദിച്ചാൽ, പാർലമെൻ്ററി ഡെമോക്രസിയിൽ പ്രതിപക്ഷത്തിൻ്റെ റോള് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ മൈക്കില്ല. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ നേരെ ആക്രോശ വാക്കുകൾ ചൊരിഞ്ഞ് അദ്ദേഹത്തെ അടിച്ചിരുത്താനൊക്കെ ശ്രമിക്കുന്ന ഒരു ശൈലി കുറേ കാലമായി ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത് നിലനിർത്തപ്പെടണമെങ്കിൽ അതിൽ കൃത്യമായി പ്രതിപക്ഷത്തിന് കൃത്യമായ സ്ഥാനം ഉറപ്പിക്കാനുണ്ട്. അത് ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഒരു തലത്തിൽ ഇവിടെ ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ നന്ദി പ്രമേയ ചർച്ചയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അത് വസ്തുതാപരമാണ്. അതല്ലാതെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ അന്ന് ഗവൺമെൻറ് പറഞ്ഞു അത് ഒതൻറ്റിക്കേറ്റഡ് അല്ല എന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞു. 2ാമത്തെ ദിവസം ഒതൻറ്റിക്കേറ്റഡ് ആയപ്പോൾ ചൈനയെക്കുറിച്ച് പറയാൻ പാടില്ല, ദേശസുരക്ഷയെക്കുറിച്ച് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാക്പ്രയോഗങ്ങളായി. പിന്നീട് അദ്ദേഹത്തിന് മൈക്ക് നിഷേധിച്ച് തുടർന്നുള്ള സ്പീക്കേഴ്സിന് മൈക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. ആ ഘട്ടത്തിലാണ് ഞങ്ങൾ മേശപ്പുറത്ത് ഇരച്ചു കയറിയത്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഞങ്ങൾ നിർബന്ധിതരായതാണ്. അപ്പോൾ അതിനുശേഷം എന്താണ് ഉണ്ടായിട്ടുള്ളത്? പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എങ്കിൽ പ്രധാനമന്ത്രി സംസാരിക്കേണ്ട എന്നുള്ള നിലപാട് പ്രതിപക്ഷം എടുത്തു. സ്വാഭാവികമല്ലേ ഇത്? ജനാധിപത്യത്തിൽ കൃത്യമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി ആ പ്രസംഗം മുഴുവനായും തുടരുകയും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. രാജ്യസഭയിലാണ് പ്രസംഗിച്ചത്. ലോക്സഭയിലേക്ക് അദ്ദേഹത്തിന് വരാൻ പോലും കഴിഞ്ഞില്ല. ഇന്നലെയായിരുന്നു ലോക്സഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ലോക്സഭയിലേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം. 2, ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു. എന്താണ് ഇവർ പറഞ്ഞത്? അങ്ങനെ ഒരു ബുക്ക് പോലുമില്ല. മുൻ കരസേന മേധാവി നരവാന അദ്ദേഹം പുറത്തിറക്കിയ ഒരു പുസ്തകം, അതിന് ഇന്ത്യ ഗവൺമെൻറ് അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് അങ്ങനെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള നിലപാടായിരുന്നു ഗവൺമെൻറ്റിൻ്റേത്. എന്നാൽ ആ പുസ്തകം തന്നെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ കൊണ്ടുവന്നു. ഇന്നലെ പബ്ലിക്കായി അത് എല്ലാവരെയും ഉയർത്തിക്കാണിച്ചു. അതിലെ വരികൾ വായിച്ചു കേൾപ്പിച്ചു. എന്തൊക്കെയാണ് പാർലമെൻറ്റിൽ പ്രസംഗിച്ചിട്ടുള്ളത്? ആ വാക്കുകൾ അല്ലെങ്കിൽ ആ വരികൾ പൂർണ്ണമായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചൈനീസ് കടന്നുകയറ്റം ഉണ്ടായപ്പോൾ കരസേനാ മേധാവി എന്തായിരുന്നോ ഗവൺമെൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്നൊക്കെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി ലോകത്തിന് മുൻപാകെ ഉയർത്തിക്കാണിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നു. അപ്പോൾ ഷാർപ്പായി പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷത്തെയും ഭയന്നുകൊണ്ടാണ് ലോക്സഭയിൽ സംസാരിക്കാതെ പ്രധാനമന്ത്രി മുങ്ങിയത്, അങ്ങനെ പറയാം. തീർച്ചയായിട്ടും അതല്ലേ സംഭവം. അതുതന്നെയാണ് സത്യം. അദ്ദേഹത്തിന് ഇപ്പോൾ ലോക്സഭയിൽ കടന്നു വരാൻ കഴിയുന്നില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ മൈക്ക് കൊടുക്കാത്തതിൻ്റെ പേരിലുണ്ട്. അക്കാര്യത്തിൽ സ്പീക്കർ നിലപാട് വ്യക്തമാക്കട്ടെ. അപ്പോൾ സ്പീക്കർ അക്കാര്യത്തിൽ എന്ത് നയമാണ് സ്വീകരിച്ചത്? ഇന്നലെ സ്പീക്കറുടെ മുറിയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ചർച്ച നടത്തി. അപ്പോൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായൊരു മറുപടിയൊന്നും പറയാനുണ്ടായിട്ടില്ല. ഈ സ്പീക്കർ ഒരു ദ്രുതഗതിയിലുള്ള നടപടിയിലേക്കാണ് കടന്നത് BJP അംഗങ്ങളുടെ പരാതിയിൽ. ഈ പവൻ കേര രൂക്ഷമായ വിമർശനം സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ നടത്തിയിരുന്നു. ഈ നരവന പുസ്തകം വായിക്കാൻ പറ്റില്ല ഇവിടുത്തെ അങ്ങനെയൊക്കെ പറഞ്ഞത്. സ്പീക്കർ ഒരു ഏകപക്ഷമായിട്ടാണോ നിങ്ങളോടൊക്കെ ഒരു അംഗമെന്ന നിലയിൽ?
തീർച്ചയായിട്ടും കാരണം അത് ഒരിക്കലും ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി മാന്യമായ തരത്തിൽ ഇപ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് 2020 സ്പീക്കറുടെ ഒരു റൂളിങ് ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ പാർലമെൻറ്റിൽ തന്നെ അദ്ദേഹം പഴയ പാർലമെൻറ്റിൽ നടത്തിയതും 2026 അദ്ദേഹം നടത്തിയതായിട്ടുള്ള ചില പരാമർശങ്ങളും എടുത്തു കാണിച്ചുകൊണ്ടുള്ള കമ്പാരിസൺ വരുന്നുണ്ട്. അന്ന് ബഹുമാന്യനായ സൗഗതാ റായ് പാർലമെൻറ്റിൽ ഇങ്ങനെ പുസ്തകങ്ങളിൽ നിന്നുള്ള കോട്ടിങ്സ് ഭരണപക്ഷ നേതാക്കന്മാർ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ചില ഒബ്ജക്ഷൻ ഉന്നയിച്ചപ്പോൾ സ്പീക്കർ അന്ന് അതിനെ മറികടന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പുസ്തകങ്ങളൊക്കെ പലതും ഇവിടെ ഉദ്ധരിക്കപ്പെടും, അതിനെയൊന്നും ആരും തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. മാത്രമല്ല ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ വിഷയങ്ങളും വരുമെന്ന് ഇതേ സ്പീക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എന്താണ്? പ്രതിപക്ഷ നേതാവിന് സംസാരിക്കണമെങ്കിൽ ദേശസുരക്ഷ പാടില്ല, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എന്നുള്ള വാക്ക് പറയാൻ പാടില്ല, ചൈന എന്നുള്ള വാക്ക് പറയാൻ പാടില്ല, ഇങ്ങനെയുള്ള വളരെ രൂക്ഷമായ വാക്കുകൾ കൊണ്ട് ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം പുറപ്പെടുവിക്കുകയാണ്. ഇതിനുശേഷം നിഷികാന്ത് ദുബെ എന്ന് പറയുന്ന BJPയുടെ നേതാവ് അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്, എന്താ വിളിച്ചു പറഞ്ഞതെന്നുള്ളത് പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ. എന്തൊക്കെയോ പുലഭ്യങ്ങൾ വിളിച്ചു പറയുകയും കുറേയധികം പുസ്തകങ്ങൾ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെയുള്ള മുൻ പ്രധാനമന്ത്രിമാർക്കെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ചിലപ്പോൾ ചില വിമർശകരൊക്കെ അനാവശ്യ പരാമർശങ്ങളൊക്കെ ഇവർക്കെതിരെയൊക്കെ നടത്തിയിട്ടുണ്ട്, പല പ്രസിദ്ധീകരണങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണ് അതിന് ആധികാരികതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പുസ്തകങ്ങളൊക്കെ ഉയർത്തി കാണിച്ച് അവരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായി. അപ്പോൾ ഒരു സ്പീക്കറും ഇടപെട്ടില്ല. നിഷികാന്ത് ദുബെ ഈ പറയപ്പെടുന്ന കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും കുറേ പുസ്തകങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ഉന്നയിച്ചപ്പോൾ അതിനെതിരെ ഒരു സ്പീക്കറും യാതൊരു ഒബ്ജക്ഷനും പറഞ്ഞില്ല. അവർക്ക് പ്രസംഗിക്കാൻ ആവശ്യത്തിന് സമയം കൊടുത്തു, മൈക്ക് കൊടുത്തു. അതിനെതിരെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ മുറിയിൽ സംഘടിച്ച് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ തുടർന്നാണ് പ്രധാനമന്ത്രിക്ക് പിന്നെ പാർലമെൻറ്റിലേക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു പരിസ്ഥിതി രൂപപ്പെട്ടു വരാത്തത്. അപ്പോൾ ആ നിലയിലേക്ക് രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് ലോക്സഭ ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ JB മേത്തർ അടക്കമുള്ള രാജ്യസഭാ എംപിമാർ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങി പ്രതിഷേധിച്ചു. അപ്പം അത്തരത്തിലേക്ക് മതിയോ പ്രതിഷേധം? അത് അങ്ങനെയൊക്കെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. കുറച്ചും കൂടെ ദുർബലമായി പോകുന്നു ഈ പ്രതിഷേധങ്ങൾക്കിടെ കോൺഗ്രസ് എന്നുള്ളൊരു പൊതുവ്യാഖ്യാനം ഇതിനോടകം തന്നെ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് പറയാനുള്ളത്? സസ്പെൻഷൻ നേരിട്ടൊരു MP എന്നൊക്കെ. ഇപ്പോൾ രാജ്യസഭയിലെ കാര്യത്തെ സംബന്ധിച്ച് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് രാജ്യസഭയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. തന്നെയുമല്ല, രാജ്യസഭയിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്, ഇന്നും നടന്നിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അർജുൻ ഖാർഗെക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ആ സമയത്ത് നിർമ്മലാ സീതാരാമൻ നടത്തിയത്. അതായത് കൈവെട്ട് അങ്ങയുടെ സ്വന്തം ജില്ലയായ തൊടുപുഴയിലെ കൈവെട്ട് കേസ് TJ ജോസഫിൻ്റെ വിഷയം ഉദ്ധരിച്ചുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ പ്രസംഗിച്ചത്. അത് കോൺഗ്രസ് ആയിരുന്നു ഭരിച്ച, ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. അത് അതിനെക്കുറിച്ച് ധനകാര്യമന്ത്രിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ആ പ്രതികളെല്ലാം ജയിലിൽ പോയി അവിടെ ശിക്ഷ ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള നിയമ നടപടികളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് അതിനകത്ത് മറ്റെന്തെങ്കിലും മറിച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ, അല്ലാതെ വെറുതെ ആക്ഷേപം ഉന്നയിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അത് SDP-കാരാണ് അവിടെ പ്രതികളായിട്ട് വന്നത്. SDP-ക്കെതിരെ ശക്തമായ നടപടി അന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രതികളെ അറസ്റ്റ് ചെയ്തു, അവർ നിയമ നടപടികൾക്ക് വിധേയമായിട്ടുണ്ട്. അന്വേഷിച്ചാൽ ആർക്കും അറിയാലോ. അങ്ങോട്ടുള്ള ദിവസം ഭയങ്കരമായ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം. തീർച്ചയായിട്ടും ഒരു പിന്മാറ്റവും ഇല്ല. നാളെയും പാർലമെൻറ്റിന് പുറത്ത് ഞങ്ങളുണ്ടാവും, പാർലമെൻറ്റിനകത്തും സമരം ഉണ്ടാവും. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കടക്കുമെന്നാണ് സസ്പെൻഷൻ നേരിട്ട് ഈ പാർലമെന്റ് സമ്മേളനത്തിലാണ് ഡീൻ കുര്യാക്കോസിന് സസ്പെൻഷൻ നേരിട്ടത്. അതും ഈ ചില മാനദണ്ഡങ്ങളൊക്കെ പ്രകാരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കുന്ന നടപടിയൊക്കെ. ഈ നടപടി നേരിട്ട ഡീൻ കുര്യാക്കോസ് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടറിനോട് പ്രതിഷേധം തുടരുമെന്നും ശക്തമായ രീതിയിൽ തന്നെ അതിനെതിരെ പ്രതികരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് നവാസിനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദൻ, റിപ്പോർട്ടർ, ഡൽഹി.